ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ സിനിമയുടെ ഡീകോഡിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് കടന്നു ചെന്ന് അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഈ കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് കഥ എങ്ങനെയായിരിക്കും പോകുന്നത് എന്ന് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഡ്പൂളും വോൾവറിനും രണ്ടുപേരും ചേർന്ന് പോകാൻ യാതൊരു വിധത്തിലും സാധ്യതയില്ലാത്ത കഥാപാത്രങ്ങളാണ്. കാരണം രണ്ടുപേർക്കും ടീമപ്പ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ വരാൻ പോകുന്ന ഡെഡ്പൂൾ നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ രണ്ട് ഡെഡ്പൂളിലെയും അതേ ഡെഡ്പൂൾ തന്നെയായിരിക്കും എന്നാണ് എൻ്റെയും ഒരു പ്രതീക്ഷ. ഡെഡ്പൂൾ എന്തായാലും ഇപ്പോൾ പഴയ ഡെഡ്പൂളിസം ഒന്നുമില്ല. കാരണം നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട് വനേസയുമായിട്ടിരുന്ന് വെയ്ഡ് സംസാരിക്കുന്നതും അതുപോലെ തന്നെ വെയ്ഡ് വളരെ സാഡാണ്, കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം വെയ്ഡ് വിൽസൺ തീരുമാനിക്കുന്നുണ്ടാവും ഈ പരിപാടിയൊക്കെ നിർത്തി നല്ല ഒരു സമാധാനമുള്ളൊരു ജോബൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന്. അങ്ങനെ വെയ്ഡ് വിൽസൺ വളരെ സമാധാനപരമായിട്ടുള്ളൊരു ജോബ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വിഗൊക്കെ സ്റ്റേപ്പിൾ ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും വെയ്ഡ് ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നോട്ട്. തൻ്റെ ചുറ്റുമുള്ള തൻ്റെ പ്രിയപ്പെട്ടവരാണ് തൻ്റെ ലോകമെന്ന് പറയുമ്പോൾ പോലും വെയ്ഡ് വിൽസൺ തൻ്റെ പഴയ ആ ഒരു ഫൈറ്റിംഗ് മെഴ്സണറി സംഭവങ്ങൾ, ആ ഒരു സ്യൂട്ട്, ഇതെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടിപ്പിക്കൽ ലൈഫിൽ ഒരു ദിവസം വെയ്ഡ് വിൽസൺ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവർ വെയ്ഡ് വിൽസൺ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഒരുക്കുന്നു. ആ ഒരു സമയത്താണ് TVA ഏജൻസ് അവിടെ എത്തിച്ചേരുന്നതും വെയ്ഡ് വിൽസനെ TVAയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് വെയ്ഡ് വിൽസന് ടൈം ലൈനെ കുറിച്ചും ടൈമിൻ്റെ ബ്രാഞ്ചിങ്ങിനെ കുറിച്ചും വേരിയൻസിനെ കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അതുകൂടാതെ നമ്മുടെ ഈ സൂപ്പർ ഹീറോസിൻ്റെ എല്ലാം സിനിമയിൽ നിന്നുള്ള ഓരോ ക്ലിപ്സും കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെയ്ഡ് വിൽസൺ അവർ ഓഫർ കൊടുക്കുന്നുണ്ട് സൂപ്പർ ഹീറോസിൻ്റെ ഇടയിൽ ഒരു ഹീറോ ആവാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ അതിനർത്ഥം അവഞ്ചറിലേക്ക് ജോയിൻ ചെയ്യാനാണെന്ന് ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതുക്കും മേലെ ഉള്ളൊരു സംഭവമാണ് ഒരു മൾട്ടിവേഴ്സൽ ഹീറോ. വാട്ട് ഇഫ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ മൾട്ടിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാച്ചർ കുറച്ച് പേരെ ചൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവഞ്ചർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഓഫർ മേ ബി ഡെഡ്പൂളിന് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. അവിടെ വെച്ച് വെയ്ഡിന് ഒരു മിഷൻ കിട്ടുന്നുണ്ട്. ആ മിഷൻ എന്തായിരിക്കും എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, മിക്ക ടൈം ലൈനിലും ചെല്ലുക, അവിടെ ചെന്നതിന് ശേഷം ഓരോ വോൾവറിനെയും കണ്ടെത്തി ഒന്നെങ്കിൽ TVAയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ടൈം ലൈനുകൾ യാത്ര ചെയ്യുക, അവിടെ നിന്നും ഒരു പർട്ടിക്കുലർ വോൾവറിനെ കണ്ടുപിടിക്കുക. കാരണം ആ വോൾവറിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കസാൻഡ്ര നോവ എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടറിനെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷേ അതിനുള്ളൊരു സാധ്യത കുറവാണ്. രണ്ടായാലും ഡെഡ്പൂൾ ഏതായാലും വോൾവറിനെ അന്വേഷിച്ചിറങ്ങുന്നു. ആ പോകുന്ന പോക്കിൽ ഒരുപാട് വോൾവറിൻ വേരിയൻസിനെ കാണുന്നുണ്ടാവണം, അതിനെല്ലാം തീർത്ത് കളഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഒരു പർട്ടിക്കുലർ വോൾവറിൻ വേരിയൻറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ഡെഡ്പൂൾ സ്റ്റക്ക് ആവുന്നു. ഈ മിഷനിൽ പറഞ്ഞിട്ടുള്ള വോൾവറിൻ ആയതുകൊണ്ടായിരിക്കാം ആ വോൾവറിനെ ഡെഡ്പൂൾ കൊല്ലുന്നില്ല. മാത്രമല്ല അവർ തമ്മിലൊരു സൗഹൃദം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഘട്ടത്തിൽ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന്, വോൾവറിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നേരെ TVAയിലേക്ക് കൊണ്ടുചെല്ലുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ ഡെഡ്പൂളിന് വേറെ കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. ഈ TVA എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. തൻ്റെ ടൈം ലൈൻ ഭയങ്കര ഡേഞ്ചറിലാണെന്ന്, അതായത് തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇല്ലാതാവാൻ പോകുന്നു എന്നൊരു തിരിച്ചറിവ് ഡെഡ്പൂളിന് അവിടെ വെച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കാരണവും കസാൻഡ്ര നോവയാണെന്ന് ഡെഡ്പൂൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വോൾവറിനെയും കൂട്ടി വർക്ക് ചെയ്യണമെന്ന് ഡെഡ്പൂൾ ആഗ്രഹിക്കുന്നു. പക്ഷേ TVA സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി വോൾവറിനെയും കൊണ്ട് ഡെഡ്പൂൾ അവിടെ നിന്ന് ചാടും. അവിടെ നിന്ന് ചാടിയിട്ട് നേരെ പോകുന്നത് വോയിഡിലേക്ക് അല്ലെങ്കിൽ എൻഡ് ഓഫ് ടൈം എന്ന് പറയുന്ന പ്ലേസിലേക്കായിരിക്കും. ഇനിയിപ്പോൾ വോൾവറിനെ ആ ഒരു TVAയിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നു എന്ന് വിചാരിക്കും. എങ്കിൽ പോലും അവർ പോകാൻ ചാൻസ് ഉള്ളത് എൻഡ് ഓഫ് ടൈമിലേക്ക് അല്ലെങ്കിൽ വോയിഡിലേക്കാണ്. കാരണം കസാൻഡ്ര നോവ അവിടെയാണുള്ളത്. അവിടെ ചെന്നിട്ട് കസാൻഡ്ര നോവയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അവരുടെ കറങ്ങിത്തിരിഞ്ഞ് ഒരു കഫേയിലൊക്കെ കയറി തങ്ങളുടെ പഴയ കഥയൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നു. വോൾവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വോൾവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ആ ഒരു ടൈം പീരീഡിലുള്ള അല്ലെങ്കിൽ തൻ്റെ ടൈം ലൈനിലുള്ള മിക്ക മ്യൂട്ടൻസിനെയും ഇല്ലാതാക്കിയിട്ടുള്ളത് വോൾവറിനാണ്. മ്യൂട്ടൻസിനെ മാത്രമല്ല സൂപ്പർ ഹീറോസിനെയും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു പക്ഷേ ലോഗൻ ടൈം ലൈനിലുള്ള സെയിം വോൾവറിനാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് വളരെ റെയറാണ്, ബട്ട് ഒരു ചെറിയ ചാൻസ് ഉണ്ട്. ഇനി എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ വോൾവറിൻ അവരെയൊക്കെ കൊന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നു കസാൻഡ്ര നോവ ആയിരിക്കും ഇതിൻ്റെ പുറകിലുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ വോൾവറിന് തീർച്ചയായിട്ടും ഈ കഥയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാരണം കസാൻഡ്ര നോവയെ എങ്ങനെ തോൽപ്പിക്കണം എന്നുള്ളത് വോൾവറിന് അറിയാമായിരിക്കും. അതുപോലെ തന്നെ വോൾവറിന് അതിനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. ഏതായാലും ആ കഫയിൽ നിന്ന് അവരെ ഇറങ്ങി വീണ്ടും അന്വേഷിച്ചുള്ള പോക്കിനിടയ്ക്കാണ് അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കുന്നത്. ഡെഡ്പൂൾ വോൾവറിനെ പ്രൊവോക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം തൻ്റെ ടൈം ലൈനിലുള്ളവരെയൊക്കെ കൊന്നു കളഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫാമിലി നീ സഹായിക്കും എന്നുള്ളതാണോ, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ഡയലോഗ് കേൾക്കുമ്പോൾ ആർക്കായാലും ഒന്ന് ദേഷ്യം വരുമല്ലോ. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റൊക്കെ ഉണ്ടാവുന്നു. ആ ഫൈറ്റിങ്ങിന് നിൽക്കുന്നതിനിടയ്ക്കാണ് അവിടേക്ക് സൈബർ ടൂത്ത് ഉൾപ്പെടുന്ന വില്ലന്മാരുടെ ഒരു ഗ്യാങ് വരുന്നത്. അപ്പോൾ അതിനിടയിൽ സൈബർ ടൂത്തും വോൾവറിനും തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് സൈബർ ടൂത്തിനെ തീർച്ചയായിട്ടും വോൾവറിൻ തീർത്തിട്ടുണ്ടാവും. ഡെഡ്പൂളിനെയും വോൾവറിനെയും അവർ ക്യാപ്ചർ ചെയ്യുന്നു. ആ ഒരു വണ്ടിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ സംഭവം വരുന്നുണ്ട്. അത് മാഗ്നറ്റ് ആണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം വോൾവറിനെ ക്യാച്ച് ചെയ്യാനായിട്ട് അത് വെച്ച് ഈസി ആയിട്ട് പറ്റും. അങ്ങനെ എന്തായാലും അവർ വോൾവറിനെയും ഡെഡ്പൂളിനെയും ക്യാപ്ചർ ചെയ്തുകൊണ്ട്
നേരെ നമ്മുടെ ആൻമാൻ സ്യൂട്ട് ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ആൻമാൻ സ്യൂട്ട് എന്ന് പറയുമ്പോൾ ആൻമാൻ എന്ന് പറയുമ്പോൾ ജയൻ മാൻ സ്യൂട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ ജയൻ സ്യൂട്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ടൈം ലൈനിൽ ആ ഒരു ടൈം ലൈൻ നശിച്ചപ്പോഴോ അല്ലെങ്കിൽ പ്രൂൺ ചെയ്യപ്പെട്ടപ്പോഴോ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സ്കോട്ട് ആണ് ആ കിടക്കുന്നത്. പക്ഷേ ഇന്ന് ആ സ്യൂട്ട് കസാൻഡ്ര നോവ തൻ്റെ ഒരു ബേസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കസാൻഡ്ര നോവയ്ക്ക് കുറച്ച് ആർമിയൊക്കെ ഉണ്ട്, വില്ലന്മാരുടെ ഒരു ആർമിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു വില്ലൻ ലെയറാണ്. അവിടേക്കാണ് ഡെഡ്പൂളിനെയും വൂൾവറിനെയും ഇവർ കൊണ്ടുവരുന്നത്. അവർക്ക് ഒരു വെൽക്കമിംഗ് ഒക്കെ മേ ബി കിട്ടുന്നുണ്ടാവും. കസാൻഡ്ര നോവ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും ഈ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നത്. അതിനുശേഷം പക്ഷേ അവിടെ വെച്ച് അവർക്ക് ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. കസാൻഡ്ര നോവയുടെ അടുത്തേക്ക് വൂൾവറിൻ ചെല്ലുന്നു. വൂൾവറിനെ തീർച്ചയായിട്ടും കസാൻഡ്ര നോവ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയോ അങ്ങനെ സംതിങ്. പുള്ളിക്കാർക്ക് ഭയങ്കര പവർഫുൾ ആണല്ലോ. വൂൾവറിൻ കസാൻഡ്ര നോവയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ അവർ തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരുന്നു. ഒന്നുകിൽ അവരായിട്ട് വരുന്നു, അല്ലെങ്കിൽ അവരെ കസാൻഡ്ര നോവ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. രണ്ടായാലും ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ലൈഫിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൽ വെച്ചിട്ട് ഡെഡ്പൂൾ വേരിയൻസ് എല്ലാം വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പോർട്ടലിൽ നിന്ന് കുറേ ഡെഡ്പൂൾ വേരിയൻസ് വരുന്നുണ്ട്. അതിൽ ലേഡി ഡെഡ്പൂൾ ഉണ്ട്. ലേഡി ഡെഡ്പൂൾ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ നമുക്കറിയാം ഷോപ്പിൻ്റെ നേരെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ക്യാരക്ടേഴ്സിനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുമാത്രമല്ല ഡോഗ് പൂള് ഡെഡ്പൂളുമായിട്ട് വളരെ സ്നേഹത്തിലാണ് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വൂൾവറിനും ഡെഡ്പൂളും ഈ പറഞ്ഞ ഡെഡ്പൂൾ വേരിയൻസും തമ്മിലുള്ളൊരു ഫൈറ്റ് നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി മറ്റൊരു ഫൈറ്റാണ് അവിടെ മെയിനായിട്ട് നടക്കാൻ പോകുന്നത്. ഒരു വൈൽഡ് പോസിബിലിറ്റി ഉള്ളത് ഹൾക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. മിക്കവാറും കസാൻഡ്ര നോവ അവിടേക്ക് ഹൾക്കിനെ എത്തിക്കുന്നുണ്ടാവും ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനായിട്ട്. ഹൾക്കുമായിട്ട് വൂൾവറിനും ഡെഡ്പൂളും ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ ഒരു ടൈമിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഡെഡ്പൂൾ വേരിയൻസ് അവിടേക്ക് വരുന്നത്. ഡെഡ്പൂൾ വേരിയൻസ് ആയിരിക്കും ഹൾക്കിനെ നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൂൾവറിനും ഡെഡ്പൂളും ഫ്രീ ആണ്. അപ്പോൾ അവർ അവിടെ നിന്നും അവരുടെ യാത്ര മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാർ സീൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കാർ സീനിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫൈറ്റ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർ വളരെ സ്നേഹത്തോടെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്പൈഡർമാൻ ടീസിങ് സാധനങ്ങളൊക്കെ പിശു പിശു സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു യാത്രയും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഫൈറ്റും നടക്കുന്നതും തമ്മിൽ ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഒരു പക്ഷേ ആ കാറിൻ്റെ യാത്രയ്ക്ക് ശേഷമായിരിക്കും ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും. ആ കാർ യാത്രക്കിടയിൽ ഡെഡ്പൂൾ പറയുന്നുണ്ട് എൻ്റെ ഫാമിലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അവരെ രക്ഷിക്കണമെന്നുള്ളൊരു കാര്യം. അത് എങ്ങനെയെന്നുള്ളത് വൂൾവറിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു കാര്യം. ഒരു പക്ഷേ വൂൾവറിന് അത് ഓർമ്മ കാണണമെന്നില്ല. ബട്ട് സ്റ്റിൽ വൂൾവറിന് തീർച്ചയായിട്ടും കസാൻഡ്ര നോവയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഡെഡ്പൂളിന് നന്നായിട്ട് അറിയാം. ഇവരുടെ യാത്രക്കിടയിൽ വീണ്ടും അവർക്കിടയിൽ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. ഈ ഒരു ഫൈറ്റിൽ ഒരു പക്ഷേ ഡെഡ്പൂളിനെ വൂൾവറിൻ കഷ്ണങ്ങളാക്കി കളഞ്ഞിട്ടുണ്ടാവും. വി ഡോണ്ട് നോ ദാറ്റ്. ബട്ട് എനിവേ ആ ഒരു ഫൈറ്റിന് ശേഷം ആ ഒരു ടീം അവർ സ്പ്ലിറ്റ് ആവുന്നുണ്ട് അവിടെ വെച്ച്. അങ്ങനെ സ്പ്ലിറ്റ് ആവാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം തീർച്ചയായിട്ടും ഡെഡ്പൂൾ തീരുമാനിക്കുന്നുണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കസാൻഡ്ര നോവയെ തോൽപ്പിച്ചോളാം. കാരണം അവനവൻ്റെ ഒരു പ്രിയപ്പെട്ടവരെ രക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൂൾവറിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അങ്ങനെ വലിയൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. കാരണം പുള്ളിക്ക് കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ആണുള്ളത്. ആ ഒരു ടൈമിലാണ് നമ്മുടെ ലോറ അവിടേക്ക് വരുന്നത്. ലോറ കുറച്ച് പെപ്ടോക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെ മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഒന്ന് ഇതാക്കി കഴിയുമ്പോൾ വൂൾവറിന് തോന്നുകയാണ് ഓക്കെ ഐ നീഡ് ടു ഗോ ബാക്ക്. ഡെഡ്പൂൾ ഏതായാലും എൻഡ് ഓഫ് ടൈമിലേക്ക് പോകുന്ന വഴിക്കായിരിക്കണം മിക്കവാറും TVA ഏജൻസുമായിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ഏജൻസിനെല്ലാം തട്ടിയതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് ടെംപാഡ് എടുത്തുകൊണ്ടായിരിക്കും ഡെഡ്പൂൾ നേരെ എൻഡ് ഓഫ് ടൈമിലേക്ക് പോയിട്ടുണ്ടാവുക. ഇനി ഇവിടെ ഒരു പോസിബിലിറ്റി ഈ പറഞ്ഞ ബ്രേക്കപ്പ് ആവണമെന്നില്ല, രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോയിട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആൻമാൻ ജയൻ സ്യൂട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഫൈറ്റ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മിക്കവാറും ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീനോ മറ്റോ ആയിരിക്കും. അപ്പോൾ അവിടെ ആ കൈ ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ നേരെയായിട്ടൊരു മിസൈൽ വന്ന് വീഴുന്നു, പൊട്ടുന്നു, ബ്ലാ ബ്ലാ. ആ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് വൂൾവറിൻ സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്നൊരു സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൂൾവറിൻ ഒരു ഹീറോയിക് എൻട്രി അവിടെ വരുന്നുണ്ട്. ഡെഡ്പൂൾ ഓൾറെഡി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്ക് വൂൾവറിൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഒറ്റയ്ക്കല്ല വൂൾവറിൻ വരുന്നത്, അലേത്തും അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ. അങ്ങനെ അവിടെ വെച്ച് വൂൾവറിനും ഡെഡ്പൂളും കൂടി ഫൈറ്റ് ചെയ്ത് അവിടെയുള്ള വില്ലന്മാരെയും ആ പ്രദേശമൊക്കെ അത്യാവശ്യം തകർത്ത് അതിനിടയ്ക്ക് അലേത്ത് വന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാരെയും സംഭവങ്ങളെയെല്ലാം കൺസ്യൂം ചെയ്യുന്നു. കസാൻഡ്ര നോവയ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ ഈവൻച്വലി കസാൻഡ്ര നോവയെ വൂൾവറിൻ തോൽപ്പിക്കുന്നുണ്ടാവണം. ഇനി അതിന് വേണ്ടിയിട്ട് വൂൾവറിൻ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും നമ്മൾ കണ്ടറിയണം. ഇനി ഓഫ് കോഴ്സ് കസാൻഡ്ര നോവയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. കസാൻഡ്ര നോവ എന്ന് പറയുന്നത് ചാൾസ് സേവിയറിൻ്റെ ഒരു ഈവിൾ ട്വിൻ സിസ്റ്ററാണ്. അവർക്കും ചാൾസ് സേവിയറിൻ്റെ അതുപോലെ തന്നെ പവറുകളുണ്ട്. അവരുടെ ഒരു പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് മ്യൂട്ടൻസിനെ എല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ചാൾസ് സേവിയർ
മ്യൂട്ടൻസിനെല്ലാം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതുപോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിവൈസ് കസാൻഡ്ര നോവ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ടൈം ലൈൻ ഇല്ലാതായി പോകുന്നത് നമ്മൾ കാണുന്നത്. ഈ ടൈം ലൈനെ പുള്ളിക്കാർ കൺട്രോൾ ചെയ്യുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ലോക്കി സീരീസിൽ വന്നതുപോലെ തന്നെ കുറേ സ്പെഗറ്റി ടൈപ്പ് സംഭവങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ലൈൻ ചിലപ്പോൾ ഇല്ലാതായി പോയതായിരിക്കും. അതിലൊരു പോസിബിലിറ്റി ഉള്ളത് മിക്ക ടൈം ലൈനിലും കസാൻഡ്ര നോവ കടന്നു ചെല്ലുകയും അവിടെയുള്ള മ്യൂട്ടൻസിനെയും സൂപ്പർ ഹീറോസിനെയൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ടാവും. ഒരു സൂപ്പർ വില്ലൻ വരുമ്പോൾ തന്നെ നമ്മുടെ 5-6 സൂപ്പർ ഹീറോസ് വേണം അയാളെ ഒന്ന് തോപ്പിക്കാൻ. അപ്പം ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എല്ലാ സൂപ്പർ വില്ലന്മാരും കൂടി കൈകോർത്താലോ അവരെ തോപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഓൾഡ് മാൻ ലോഗൻ കോമിക്കിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു പ്രോസസ്സ് വഴി വില്ലന്മാർക്ക് കൂടുതൽ അവരുടെ പവർ കിട്ടും. അപ്പോൾ ഓരോ വില്ലന്മാരും ഓരോ പ്രദേശങ്ങളും ഭൂമിയും എല്ലാം ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള സൂപ്പർ ഹീറോസിൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ് എല്ലാം അവർ കൈക്കലാക്കുന്നു. നമ്മുടെ അയൺമാൻ്റെ ആ ഒരു സിമ്പിളും അതുപോലെ തന്നെ റെഡ് സ്കള്ളിൻ്റെ വണ്ടി, പക്ഷേ അയൺമാൻ്റെ വണ്ടിയുടെ ആ ഒരു ഡെക്കാൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ റെഫറൻസുകൾ മറ്റ് ഇതുമായിട്ട് വന്നിട്ടുണ്ട്. കസാൻഡ്ര നോവയും അത്തരത്തിൽ പവേഴ്സ് അക്യൂർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് കസാൻഡ്ര നോവയുടെ ടൈം ലൈനിൽ അങ്ങനൊരു സംഭവം അവരുടെ വേൾഡിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള അവരുടെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് വൂൾവറിനായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ടായിരിക്കാം TVA ഡെഡ്പൂളിനെയും ഈ പറഞ്ഞ വൂൾവറിനെയും സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആ ഒരു വേൾഡ് ഇല്ലാതാവുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് ഇല്ലാതായിട്ട് അവർ വോയിഡിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ അവിടെ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഇല്ലാതായി എന്നുള്ളത് ഒരുപക്ഷെ ലോക്കി സീരീസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഒരു ചാൻസ് ഉള്ളത് ഇത് TVA മനസ്സിലാക്കുന്നു. അതായത് എല്ലാ ടൈം ലൈനിലും കസാൻഡ്ര ഈ ഒരു ഇതേ കാര്യം തന്നെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെയുള്ള വൂൾവറിനെ കൊണ്ട് ഇത്തരത്തിലൊരു എൻഡിങ് നടത്താനുള്ളൊരു സാധ്യത കണ്ടതുകൊണ്ടായിരിക്കാം TVA ഡെഡ്പൂളിനെ ഉപയോഗിച്ചുകൊണ്ട് വൂൾവറിൻസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു സാധ്യത കൂടിയുണ്ട്. കസാൻഡ്ര നോവ എന്തുകൊണ്ട് ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു? അപ്പോൾ അവർക്ക് വേറെന്തോ ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കണം, ഒരു പ്രൈമറി ലക്ഷ്യം അവർക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ഫീനിക്സ് എന്ന് പറയുന്ന മ്യൂട്ടൻറ്റ്, ആ ഒരു പവർ, ഫീനിക്സ് പവർ അവർക്ക് വേണമായിരിക്കും. അതായത് ജീൻ ഗ്രേ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിലപ്പോൾ ഈ സിനിമയിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റിയേക്കും. അതല്ലെങ്കിൽ ഒരു റെഫറൻസ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഫീനിക്സ് പവർ കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസാൻഡ്ര നോവ ഭയങ്കര ഒരു അൾട്ടിമേറ്റ് പവർ പോലെയായി മാറും. അപ്പോൾ അതിനുള്ളൊരു ലക്ഷ്യം ചിലപ്പോൾ അവർക്കുണ്ടായിരിക്കും. ജീൻ ഗ്രേ വരുമെങ്കിൽ തീർച്ചയായിട്ടും വൂൾവറിന് അവിടെ ഒരു റോളുണ്ട്. ഇനി അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇതുവരെ പറയാതിരുന്നത്, ഇവരെങ്ങനെയായിരിക്കും ഡെഡ്പൂളും വൂൾവറിനും കൂടി പല വേൾഡിൽ പെട്ടെന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു ജമ്പിങ് നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. അവിടെയാണ് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ വരാൻ പോകുന്നത്. സൂപ്പർ ഹീറോ ഓഫ് ദ മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് ദ മൾട്ടിവേഴ്സ്, അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രത്തെ ഈ സിനിമയിൽ നമുക്ക് ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റിയേക്കും. അത് മിക്കവാറും ക്യാപ്റ്റൻ കാർട്ടർ ആയിരിക്കും. വാട്ട് ഇഫ് സീരീസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും കാർട്ടർ സെക്കൻഡ് സീസണൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പവർഫുൾ ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. ഇൻഫിനിറ്റി സ്റ്റോൺസ് വരെ കയ്യിലുള്ള കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായി മാറുന്നുണ്ട്. മാത്രമല്ല ആ സീരീസിൻ്റെ എൻഡിങ് പോയിന്റിൽ കാർട്ടറിനെ തിരിച്ച് അവരുടെ വേൾഡിലേക്ക് വാച്ചർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കൊണ്ടുപോകുന്നത് ഒരു ഡിഫറെൻറ്റ് ഒരു സീനിക് റൂട്ട് എടുത്ത് പോകാമെന്ന് കാർട്ടർ പറയുന്നുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ നേരെ കാണുന്നത് ഒരു ട്രീ ആണ്, ടൈം ലൈൻ ട്രീ. അത് മറ്റൊന്നുമല്ല, ലോക്കി സീരീസിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലോക്കി എല്ലാ ടൈം ലൈനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക ത്രോൺ ഒരു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലോറിയസ് പർപ്പസ് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രീ ഉണ്ട്, ടൈം ലൈൻ്റെ ഒരു ട്രീ. ആ ഒരു വിഷ്വലിലേക്കാണ് ക്യാപ്റ്റൻ കാർട്ടറും വാച്ചറും പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാർട്ടർ TVA എത്തിച്ചേരുന്നുണ്ടാവും. അപ്പോൾ TVA ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മൾട്ടിവേഴ്സിൻ്റെ ഒരു ഹീറോ എന്ന നിലയിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏജൻറ്റ് പോലെ അവർ മാറുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ചേരാനുള്ളൊരു ഓഫറായിരിക്കും ഡെഡ്പൂളിന് ഇവർ കൊടുത്തിട്ടുണ്ടാവുക. സൂപ്പർ ഹീറോ എമംഗ് ഹീറോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ സംഭവം, അത് മിക്കവാറും ഈ പറഞ്ഞതുപോലെ ക്യാപ്റ്റൻ കാർട്ടറുമായിട്ട് കൂടിച്ചേരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷേ അതിന് ഈ പറഞ്ഞ മിഷൻ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ചെയ്യണം. അതായത് വൂൾവറിൻസിനെ ഒന്നുകിൽ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കൂട്ടുപിടിച്ചുകൊണ്ട് കസാൻഡ്ര നോവയെ തോൽപ്പിക്കുക. എനിക്ക് തോന്നുന്നത് ഏതായാലും വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ തന്നെ ആയിരിക്കും. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള, ഇപ്പോൾ ലോക്കി സീരീസ് സീസൺ 2 ടൈം ട്രാവൽ കോംപ്ലക്സിറ്റിയൊക്കെ ഇതിൽ വരാനുള്ളൊരു ചാൻസ് കുറവാണ്. അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ടിൽ തന്നെ ആയിരിക്കും സിനിമ പോകുന്നത്. ഡെഡ്പൂൾ മാർവലിൻ്റെ രക്ഷകൻ, ഒരു മെസ്സയ ആയി മാറുമോ എന്നുള്ളൊരു ചോദ്യം ഡൗട്ട്ഫുള്ളാണ്. ദർ ഇസ് എ പോസിബിലിറ്റി. ഒന്നുമില്ലെങ്കിലും ഇവരെ രണ്ടുപേരെ ഒന്നിച്ച് കാണാനും അവരുടെ ഒരു ഫൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സ്പൈഡർമാൻ നോ വേ ഹോമിലൊക്കെ കണ്ടതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു മിക്സിങ്ങും അതുപോലെ തന്നെ വേരിയൻസിൻ്റെ ഒരു എൻട്രൻസും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഇവർ അവതരിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കാണാൻ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു തിയറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് പറയാം. ഇത് ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന കഥയേക്കാൾ ഡിഫറൻറ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം.
അപ്പോൾ ഏതായാലും നിങ്ങളുടെ തിയറികൾ എന്താണെന്നുള്ളതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.